ഹായ് ഹലോ, ഞങ്ങൾ ഷാമുവിന് ഒരു അടിപൊളി സർപ്രൈസ് കൊടുക്കാൻ കൊണ്ടുപോകാട്ടോ. അപ്പോൾ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഷാമുവിൻ്റെ ഹസ്ബൻഡ് ജിത്തു ജർമ്മനിയിൽ നിന്ന് ലീവിന് വന്നിട്ടുണ്ട്. അപ്പോൾ ലീവിന് വരുന്ന ദിവസം ഞങ്ങളുടെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഷാമുവിനെ തലശ്ശേരി ഡൗൺ ടൗൺ മാളിൽ വൈകിട്ട് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെന്താ ഞങ്ങൾ സെറ്റാക്കാമെന്ന് പറഞ്ഞ് ഓഫീസിൽ വിട്ട് നേരെ കൂട്ടിക്കൊണ്ടുവരാണ്. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കണം, അതിന് മുന്നേ അങ്കിക്ക് എന്തായാലും മാളിൽ നിന്ന് കുൽഫി കുടിക്കണം എന്ന് നിർബന്ധം പറഞ്ഞിട്ടാട്ടോ ഞങ്ങൾ മാളിലേക്ക് ഷാമുവിനെ എത്തിച്ചത്. അപ്പോൾ മുൻഷ അവിടെ കുറച്ച് മുന്നേ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നേ. ജിത്തു ആണെങ്കിൽ തൊട്ട മുകളിലത്തെ ഫ്ലോറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ജിത്തുവിനെ താഴേക്ക് വിളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സൈഡിൽ നിന്ന് മുൻഷ വന്നോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു കേട്ടോ. അപ്പോൾ യെസ് എന്നുള്ള റിപ്ലൈയും കിട്ടി. ആ യെസ് എന്നുള്ള റിപ്ലൈ കിട്ടി ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ജിത്തു താഴേക്ക് ഇങ്ങ് വന്നിട്ടുണ്ട്. ഷാമു ആദ്യം വിചാരിച്ചത് ടേബിൾ ക്ലീൻ ചെയ്യാൻ വന്ന സ്റ്റാഫ് എങ്ങാനോ എന്ന് വിചാരിച്ചിട്ടോ ആദ്യം ഇങ്ങനെ നോക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ജിത്തുവിനെ കണ്ടപ്പോൾ ആകെ ഷോക്ക് അടിച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾ തന്നെ പേടിച്ചു പോയി, ഷോക്ക് അടിച്ചിട്ട് ഇനി എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്. എന്തിനാ വന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ വിചാരിച്ചത് എന്തോളി കരയാത്തതെന്ന്. പക്ഷെ അധികം താമസം വേണ്ടി വന്നില്ല കേട്ടോ. പിന്നീട് കരച്ചിലിൻ്റെ ഒരു മേളം തന്നെയായിരുന്നു കേട്ടോ. കരച്ചിലിന് നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല. ജിത്തു ഓൾറെഡി വരും എന്നുള്ള കുറച്ച് മുന്നേ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ലീവ് കിട്ടുന്നില്ല, അതിങ്ങനെ ക്യാൻസലായി പോകുന്നു പറഞ്ഞിട്ട് ഷാമുവിനെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു കേട്ടോ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വരുന്നതിൻ്റെ തലേ ദിവസം നമുക്ക് ഓൾറെഡി അറിയാം, 2 ദിവസം മുന്നേ വിട്ടിട്ടുണ്ട്. ഓരോ സ്പോട്ടും എത്തുന്നേരം ഞങ്ങളടുത്ത് പറയുന്നുണ്ട് ഇന്ന സ്ഥലത്ത് എത്തിയെന്നൊക്കെ. പക്ഷേ ഷാമുവിനൊന്നും അറിയുന്നില്ലല്ലോ. അപ്പോൾ ഓൾറെഡി ഷാമുവിൻ്റെ അടുത്ത് പറഞ്ഞേക്കെന്ന് വെച്ചാൽ ഇപ്പോൾ ലീവ് കിട്ടിയില്ല, കിട്ടിയ ലീവ് ക്യാൻസലായി, ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാണ്ട് തലേ ദിവസം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ജിത്ത് ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഓഫീസിൽ വന്നപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. ഞങ്ങളാണെങ്കിൽ ആ ഒരു വിഷമത്തിൽ കൂടുതലായിട്ട് വിഷമിപ്പിക്കുകയും ചെയ്തു. കാരണം നമുക്കറിയാലോ വൈകിട്ട് എന്തായാലും നല്ലൊരു സന്തോഷം കിട്ടാൻ പോകുന്നില്ലേ എന്നുള്ളത് കൊണ്ട് നല്ല രീതിക്ക് തന്നെ ഞങ്ങൾ രാവിലെ മുതൽ അതിനെ കരയിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ലാസ്റ്റ് ഫുള്ള് കരച്ചിലായി. അവിടെയുള്ള ആൾക്കാർ മൊത്തം ഞങ്ങളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ വന്നതല്ലേ, എന്നാൽ കുൽഫി കൂടി കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് അവർ നമുക്ക് കുൽഫിയൊക്കെ വാങ്ങിച്ചു തന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുൽഫിയൊക്കെ കുടിച്ചു. പിന്നെ നീലിമേനെ അവിടെ മിസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലാസ്റ്റ് നീലിമേനെ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് ആ ഒരു സർപ്രൈസിൽ അങ്ങ് ജോയിൻ ആക്കി കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ സർപ്രൈസ് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. സക്സസ്ഫുള്ളി നമ്മളങ്ങ് കംപ്ലീറ്റ് ആക്കി കേട്ടോ. അപ്പോൾ ഷാമു ഹാപ്പി, ജിത്തു ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.